ഇരുളിലൂടെ അതിവേഗം പായുകയായിരുന്നു ടാറ്റ സുമോ. അതിന്റെ മുൻസീറ്റിൽ രാഘവനും ഡ്രൈവറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡ്രൈവർ നീണ്ട മുടിയുള്ളവന്റെ അനുയായി തന്നെ. ഇനി രാഘവൻ നിർവഹിക്കാൻ പോകുന്ന കൃത്യത്തിന്റെ എല്ലാ ചുമതലകളും അയാൾക്കാണ്. യാത്രക്കിടയിൽ അയാൾ പറഞ്ഞുകൊണ്ടിരുന്നു. പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ പ്രത്യേകമായുണ്ടാക്കിയ വേദിയിലാണ് ജോർജ് ജോസഫ് പ്രസംഗിക്കുന്നത്. മന്ത്രിക്കെതിരെ യാതൊരു ഭീഷണിയും നിലവിലില്ലാത്തതിനാൽ സെക്യൂരിറ്റിയിൽ വിള്ളലുണ്ടാകും. പോരെങ്കിൽ പോലീസുകാർ മാത്രം പങ്കെടുക്കുന്ന ചടങ്ങും. കടുവയുടെ കൂട്ടിൽ ആരും കടന്നു ചെല്ലില്ല എന്നൊരു ധാരണയും അവർക്കുണ്ട്. അതും നമുക്ക് നല്ലതാണ്. രാഘവൻ ഒന്നും പറഞ്ഞില്ല. എല്ലാം കേട്ടുകൊണ്ട് പുറത്തെ ഇരുളിലേക്ക് നോക്കിയിരുന്നു. മനസ്സിൽ ജോർജ് ജോസഫിന്റെ മുഖം തെളിഞ്ഞു. അവസാനമായി കണ്ടത് കോടതിയിൽ വെച്ചായിരുന്നു. തങ്ങൾക്ക് അനുകൂലമായ വിധിയുണ്ടായ അന്ന്. നാൻസി മെത്ത് മടങ്ങാൻ നേരത്താണ് അയാൾ മുന്നിലെത്തിയത്. അപ്പച്ചനെയും അച്ചായന്മാരെയൊക്കെ തോൽപ്പിച്ചിട്ട് പോകുക അല്ലേ മോളെ? ഒരിക്കൽ നീ ഓർക്കും, ഈ എടുത്തുചാട്ടത്തിന്റെ ആവശ്യമില്ലായിരുന്നെന്ന്. പശ്ചാത്താപിക്കാൻ മാത്രമേ അന്ന് നിനക്ക് കഴിയൂ. ഇനി ഒരു ഒത്തുചേരൽ അത് ഈ ജന്മത്തുണ്ടാവില്ല. പുഴുത്ത പട്ടിയെപ്പോലെ നീ നരകിച്ചാൽ പോലും കുടുംബത്തിൽ നിന്നൊരു സ്വാന്തനം പ്രതീക്ഷിക്കണ്ട. നാൻസി നിന്ന് വിതുമ്പുകയായിരുന്നു. കത്തുന്ന കണ്ണുകളോടെ തന്നെയും ഒന്ന് നോക്കിയിട്ട് മുണ്ട് മടക്കി കുത്തി ജോർജ് ജോസഫ് നടന്നുപോയി. ഡ്രൈവറുടെ ശബ്ദമാണ് രാഘവനെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത്. വേദിയെ ലക്ഷ്യം വയ്ക്കാൻ പറ്റിയ സ്ഥാനമൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. കൃത്യം നിർവഹിച്ചാൽ ഉടൻ താൻ ഈ വണ്ടിയിലെത്തണം. അതിന് പറ്റിയ ഭാഗത്താണ് ഞാൻ കാത്തു കിടക്കുന്നത്. പോലീസ് അന്വേഷണം ആരംഭിക്കുമ്പോഴേക്കും നമ്മൾ പത്തനംതിട്ട ജില്ലയ്ക്ക് പുറത്തു കടന്നിരിക്കും. ടാറ്റ സുമോ ഏനാത്ത് പാലം പിന്നിട്ട് വടക്കോട്ട് കുതിച്ചു. എതിരെ വരുന്ന വാഹനങ്ങളിലെ വെളിച്ചം രാഘവന്റെ കണ്ണുകളിൽ പ്രതിഫലിച്ചു. ടെലിസ്കോപ്പിക് ഗണ്ണടങ്ങിയ പെട്ടി തൊട്ടടുത്ത് തന്നെ വെച്ചിരുന്നു. വീട്ടിലെ കാര്യം ഓർക്കുമ്പോൾ നെഞ്ചിനുള്ളിൽ പെരുമ്പറയുടെ മുഴക്കം. നാൻസിയും വിന്ദുജയും, ശൂലത്തിന്റെ ആകൃതിയിലുള്ള കമ്മലിട്ട ആ കഴിവേറിയും അനുചരന്മാരും അവർക്ക് കാവൽ. ഈശ്വര, അരുതാത്തതൊന്നും സംഭവിക്കല്ലേ. രാഘവൻ മനസ്സിൽ പ്രാർത്ഥിച്ചു. നമുക്ക് പന്തളം വഴി പോകാം, എന്താ? ഡ്രൈവർ ചോദിച്ചു. രാഘവൻ മറുപടി പറഞ്ഞില്ല. അടൂർ പിന്നിട്ട് സുമോ വലത്തോട്ട് വെട്ടിത്തിരിഞ്ഞു. ആഭ്യന്തരമന്ത്രിയെ വധിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കുള്ള പ്രയോജനം എന്താ? പൊടുന്നനെ രാഘവൻ തിരക്കി. ഡ്രൈവറുടെ മുഖത്തൊരു ചിരി മിന്നി മറഞ്ഞു. സോറി രാഘവൻ, യാതൊരുവിധ ചോദ്യവും പാടില്ല. ഒന്ന് നശിച്ചാൽ മറ്റൊന്നിനാണ് അതിന്റെ പ്രയോജനമെന്നറിയില്ലേ? അതിനപ്പുറം ഒന്നും ചിന്തിക്കണ്ട, ചോദിക്കണ്ട. ചോദിച്ചാലും പ്രയോജനമില്ല. എന്നിൽ നിന്നും ഒന്നിനും ഉത്തരം കിട്ടില്ല. എൻ്റെ പേര് പോലും നിങ്ങൾക്ക് കിട്ടില്ല. കാരണം ഈ ഒരു ഓപ്പറേഷൻ കഴിയുമ്പോൾ നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിച്ചു കഴിയും. രാഘവൻ പുറത്തേക്ക് നോക്കിയിരുന്നു. വല്ലാത്തൊരു കുടുക്കിലാണ് താൻ അകപ്പെട്ടിരിക്കുന്നത്. ഈ ഡ്രൈവറെ കീഴ്പ്പെടുത്തിയിട്ട് പോലീസിൽ വിവരം അറിയിക്കാമെന്ന് വിചാരിച്ചാൽ തന്നെ നാൻസിയും വിന്ദുജയും രക്ഷപ്പെടുമെന്നതിന് യാതൊരു ഉറപ്പുമില്ല. ടാറ്റ സുമോ പന്തളത്തെത്തി. ട്രാഫിക് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ. ഡ്രൈവർ ഇടത്തെ ഓരം ചേർത്ത് വണ്ടി നിർത്തി. തട്ടടിച്ചു കളയാം. നാളെ തനിക്ക് കുറെ നേരം പട്ടിണി ഇരിക്കാനുള്ളതാണ്. അയാൾ ഡോർ തുറന്നിറങ്ങി. എനിക്ക് വേണ്ട, രാഘവൻ പറഞ്ഞു. കടുങ്കാപ്പി? ഒന്നും വേണ്ട. ശരി. അയാൾ ദോശയും ഓംലെറ്റും ഒക്കെ കഴിക്കുന്നതും കടക്കാരനോട് എന്തൊക്കെയോ സംസാരിക്കുന്നതും രാഘവൻ കണ്ടു. ഏതാണ്ട് 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയാൾ തിരികെ വന്ന് വാഹനത്തിൽ കയറി. ട്രാഫിക് പോസ്റ്റിനെ വലം വെച്ച് സുമോ കിഴക്കോട്ട് പാഞ്ഞു. സമയം കടന്നുപോയി. പത്തനംതിട്ട 1 കിലോമീറ്റർ എന്ന് കണ്ടു. പൊടുന്നനെ അയാൾ വാഹനം സ്ലോ ചെയ്തു. വലത്തേക്ക് ഒരു പോക്കറ്റ് റോഡ്, ഒരു കയറ്റം. സുമോ ആ വഴിക്ക് കയറി. അല്പദൂരം കഴിഞ്ഞപ്പോൾ ഇറക്കം. അവിടെ ഒരു പവർ ഹൗസ് ഉണ്ടായിരുന്നു. അതിനു മുന്നിൽ നിന്നും ഇടത്തേക്ക് 200 മീറ്റർ ഓടിക്കാണും. വാഹനം നിന്നു. ഇത് സ്റ്റേഡിയത്തിന്റെ പിൻഭാഗമാണ്, ഡ്രൈവർ പറഞ്ഞു. സ്റ്റേഡിയത്തിൽ ലൈറ്റുകൾ തെളിഞ്ഞു നിൽക്കുന്നതും കുറെ പോലീസുകാർ അവിടെ എന്തൊക്കെയോ ചെയ്യുന്നതും രാഘവൻ കണ്ടു. കമോൺ. ഡ്രൈവർ ഇറങ്ങി. പെട്ടിയുമായി പിന്നാലെ രാഘവനും. ഇടയ്ക്കിടെ തെളിഞ്ഞു നിൽക്കുന്ന സ്ട്രീറ്റ് ലൈറ്റുകൾ. റോഡ് അടുത്ത കാലത്തെങ്ങോ മണ്ണിട്ട് ഉയർത്തിയതാണ്. ആ ഭാഗത്തെങ്ങും ആരും ഉണ്ടായിരുന്നില്ല. കുറച്ചപ്പുറത്ത് ഒരു പാരലൽ കോളേജ്. അതിനു മുന്നിലും ലൈറ്റുകൾ തെളിഞ്ഞു നിൽപ്പുണ്ട്. കമോൺ രാഘവൻ. ഇരുളിന്റെ മറപറ്റി ഡ്രൈവർ മുന്നോട്ട് നീങ്ങി. രാഘവനും 10 മീറ്റർ നടന്നു കാണും. മരക്കഷ്ണങ്ങൾ കൊണ്ട് താൽക്കാലികമായി ഉണ്ടാക്കിയ ഒരു ഗേറ്റ് അയാൾ തള്ളി തുറന്നു.
മുന്നിൽ ഇരുളിന്റെ കനത്ത കോട്ട കണക്കെ തല ഉയർത്തി നിൽക്കുന്ന ഒരു കെട്ടിടം കണ്ടു. വരൂ. ഡ്രൈവർ കേശിയിൽ നിന്നും പെൻ ടോർച്ച് എടുത്ത് തെളിയിച്ചു. മുന്നിലൂടെ ഒരു പന്നിയെലി ഓടിപ്പോയി. പണി പൂർത്തിയാക്കാത്ത കെട്ടിടമാണതെന്ന് രാഘവന് മനസ്സിലായി. പലകകളും സിമന്റ് കവറുകളുമൊക്കെ അവിടെ ചിതറിക്കിടന്നിരുന്നു. ശബ്ദം കേൾപ്പിക്കാതെ അവർ അകത്തു കടന്നു. മുകളിലേക്കുള്ള കോണിപ്പടികൾക്ക് കൈവരികളൊന്നും പിടിപ്പിച്ചിരുന്നില്ല. 5 നിലകളുള്ള ഒരു കെട്ടിടമാണിത്. പണി ഇത്രയുമായപ്പോഴേക്കും എന്തോ സ്റ്റേ ഉണ്ടായി. അതോടെ ഇതിങ്ങനെ കിടക്കുന്നു. ഡ്രൈവർ സ്വരം താഴ്ത്തി പറഞ്ഞു. അതുകൊണ്ട് ആരും ഇത് ശ്രദ്ധിക്കുന്നുമില്ല. പോലീസിന്റെ കണ്ണുകൾ ആദ്യം എത്തുക ഇവിടേക്കായിരിക്കുമെന്ന് പറയണമെന്നുണ്ടായിരുന്നു രാഘവന്. എങ്കിലും മൗനം പാലിച്ചു. 5ാം നിലയിൽ എത്തുവാൻ ഏതാണ്ട് അരമണിക്കൂറോളം വേണ്ടി വന്നു. തറയിൽ കൂട്ടിയിട്ടിരുന്ന മുളം കമ്പുകൾക്കരികിൽ രാഘവൻ പെട്ടിവച്ചു. ഡ്രൈവർ ടോർച്ചിന്റെ വെളിച്ചത്തിൽ മുറി പരിശോധിച്ചു. ലൈറ്റ് തെളിക്കണ്ട, രാഘവൻ പറഞ്ഞു. സ്റ്റേഡിയത്തിൽ നിൽക്കുന്ന പോലീസുകാർ അത് കണ്ടെന്ന് വരാം. അയാൾ ലൈറ്റ് ഓഫ് ചെയ്തു. കെട്ടിടത്തിന്റെ പടിഞ്ഞാറ് ഭാഗമായിരുന്നു അത്. ജനാല പിടിപ്പിക്കാത്ത ഭാഗത്തുകൂടി താഴെ സ്റ്റേഡിയവും വേദിയും ഒക്കെ കാണാമായിരുന്നു. അപ്പോഴിനി നാളെ കാണാം. സംഭവം നടന്നു കഴിയുമ്പോൾ ഈ കെട്ടിടത്തിന് മുന്നിൽ ടാറ്റാ സുമോ ഉണ്ടായിരിക്കും. പോലീസ് എത്തും മുമ്പ് നമ്മൾ രക്ഷപ്പെട്ടിരിക്കും. ഓക്കെ? ഓക്കെ. ഗുഡ് നൈറ്റ്. ആ മനുഷ്യൻ ഇറങ്ങിപ്പോയി. പ്രഭാതമായി. ഉച്ചഭാഷണിയുടെ ശബ്ദമാണ് രാഘവനെ ഉണർത്തിയത്. സ്ഥലകാലബോധം വീണ്ടുകിട്ടുവാൻ അല്പനേരം വേണ്ടി വന്നു. കൂട്ടുവായിട്ടുകൊണ്ട് അയാൾ ജനാലയുടെ ഭാഗത്തു കൂടി താഴേക്ക് നോക്കി. മൈതാനത്തുകൂടി കാക്കി അണിഞ്ഞവർ അങ്ങിങ്ങും നടക്കുന്നു. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആരോ ആണെന്ന് തോന്നുന്നു. വേദിയിൽ അവസാന പരിശോധനകൾ നടത്തുകയാണ്. രാഘവൻ ഒരു സിഗരറ്റ് കത്തിച്ചു. ഇവിടെ നിന്നാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ ആർക്കും കാണാനാവില്ല. അയാൾ പെട്ടി തുറന്നു. അതിൽ പല ഭാഗങ്ങളായി അടുക്കി വെച്ചിരിക്കുന്ന ടെലിസ്കോപ്പിക് ഗൺ. വളരെ വേഗത്തിൽ യോജിപ്പിക്കുവാനും അഴിക്കാനും സാധിക്കും. കൃത്യം നടത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പഴയതുപോലെയാക്കി പെട്ടിയിൽ വെക്കാനാകും. പിന്നീട് ഇവിടെ നിന്ന് താഴെ എത്തുവാൻ അല്പസമയം. 7 മിനിറ്റിനുള്ളിൽ താൻ ടാറ്റാ സുമയിൽ എത്തിക്കഴിഞ്ഞിരിക്കും. തോക്കിന്റെ ഭാഗങ്ങൾ ഓരോന്നായി എടുത്തു യോജിപ്പിക്കുന്നതിനിടയിൽ രാഘവൻ ചിന്തിച്ചു. പോലീസിന്റെ കണ്ണുകൾ ആദ്യം എത്തുക ഇവിടേക്കായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ വെടിശബ്ദം ആരും കേൾക്കില്ല. സ്പ്രിങ് പ്രവർത്തിക്കുന്ന ചെറിയ ടക് ശബ്ദം മാത്രമേ തോക്കിൽ നിന്നുണ്ടാവൂ. രാഘവൻ തോക്ക് സെറ്റ് ചെയ്തു. അതിൽ ബുള്ളറ്റുകൾ നിറച്ചു. വേദിയെ ലക്ഷ്യമാക്കി ലെൻസിലൂടെ നോക്കി. എല്ലാം കൃത്യമാണ്. ഇനി ഇര എത്തിയാൽ മാത്രം മതി. സമയമിഴഞ്ഞു നീങ്ങി. അയാൾ സിഗരറ്റ് തുടരെ തുടരെ പുകച്ചു തള്ളി. അവസാനം 11 മണിയായി. ജില്ലാ സ്റ്റേഡിയം പോലീസുകാരെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരുന്നു. പോലീസ് വാഹനങ്ങൾ റോഡിലൂടെ അങ്ങിങ്ങ് പായുന്നുണ്ട്. രാഘവൻ കാത്തിരുന്ന കെട്ടിടത്തിന് പിന്നിലൂടെയും പൊടി പറത്തിക്കൊണ്ട് ഒരു ജീപ്പ് പാഞ്ഞുപോയി. പിന്നെയും അരമണിക്കൂർ കൂടി കഴിഞ്ഞപ്പോൾ സിഗ്നൽ ലൈറ്റ് ഇട്ടുകൊണ്ട് പോലീസ് ജീപ്പുകളുടെ അകമ്പടിയോടെ ആ വെളുത്ത അംബാസഡർ കാർ പാഞ്ഞു വന്നു. വേദിക്കരിയിൽ തന്നെ കാർ നിന്നു. ഉയർന്ന പോലീസ് ഓഫീസർ പിന്നിലെ ഡോർ തുറന്നു. സുസ്മേരവദനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി ജോർജ് ജോസഫ് ഇറങ്ങി. ജില്ലാ പോലീസ് സൂപ്രണ്ട് മനുശങ്കർ അദ്ദേഹത്തെ ഹാരമണിയിച്ച് വേദിയിലേക്ക് ആനയിച്ചു. വേദി സജീവമായി. കേരളത്തിലെ ആഭ്യന്തരമന്ത്രി ജയകൃഷ്ണനും ആശംസകൾ അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. IG രഘുനാഥ വർമ്മയാണ് അധ്യക്ഷൻ. രാഘവൻ എല്ലാ മുഖങ്ങളും ഗണ്ണിന്റെ ലെൻസിലൂടെ ഒരു വട്ടം കണ്ടു. അറിയാതെ ഒരു പിടച്ചിൽ മനസ്സിലുണ്ടായി. താഴെ വാഹനത്തിന്റെ ശബ്ദം. രാഘവൻ കെട്ടിടത്തിന്റെ കിഴക്ക് ഭാഗത്ത് ചെന്ന് നിന്ന് താഴേക്ക് നോക്കി. ടാറ്റാ സുമോ. ഡ്രൈവർ വാക്കുപാലിച്ചിരിക്കുന്നു. തന്നെ രക്ഷിക്കാൻ എത്തിയിരിക്കുന്നു. രാഘവൻ കർമ്മനിരതനായി. വീണ്ടും അയാൾ തിരികെ വന്ന് വേദിയിലേക്ക് നോക്കി. അധ്യക്ഷന്റെ പ്രസംഗം കഴിഞ്ഞിരിക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിനായി മൈക്കിന് പിന്നിൽ എത്തിക്കഴിഞ്ഞു. ടെലിസ്കോപ്പിക് ഗണ്ണിലൂടെ രാഘവൻ മന്ത്രിയുടെ മുഖത്തെ ഓരോ ഇഞ്ചും കണ്ടു. അവസാനം ലെൻസിലെ പ്ലസ് പോയിന്റ് മന്ത്രിയുടെ ചെന്നിയിൽ നിന്ന് പിറകൊണ്ടു. രാഘവന്റെ കൈവിരൽ ട്രിഗറിലേക്ക് തെന്നി നീങ്ങി. ടക്ക്. ഒരു ചെറിയ ശബ്ദം. വേദിയിൽ നിന്നിരുന്ന മന്ത്രി വല്ലാത്തൊരലർച്ചയോടെ പിന്നിലോട്ട് വീണു. സകലരും സ്തംഭിച്ചു നിന്ന ഒരു നിമിഷം. രാഘവൻ പെട്ടെന്ന് തോക്ക് പല ഭാഗങ്ങളായി അഴിച്ച് പെട്ടിയിലാക്കി. ഇനി വെറുതെ കളയുവാൻ സെക്കൻഡ് പോലുമില്ല. അയാൾ പെട്ടിയുമായി കുതിച്ചെണീറ്റു. കോണിപ്പടികൾ വഴി താഴേക്ക്. പക്ഷേ ഒരു പലകയിൽ തട്ടി രാഘവന്റെ കാൽ വഴുതി. പെട്ടി പിടിവിട്ട് താഴേക്ക് പോയി. ഒപ്പം രാഘവനും. പക്ഷേ അയാൾ തള്ളി നിന്നിരുന്ന ഒരു കമ്പിയിൽ തൂങ്ങി. ഭാഗ്യം കൊണ്ട് മാത്രം ഒരു രക്ഷപ്പെടൽ. പെട്ടി താഴെ ചെന്ന് വീഴുന്ന ശബ്ദം കേട്ടു. ആയാസപ്പെട്ട് രാഘവൻ കമ്പിയിലെ പിടിവിട്ട്
4ാം നിലയിലേക്ക് ചാടി. വീണ്ടും താഴേക്ക്. 1ാം നിലയിലെത്തിയ രാഘവൻ പിടിവിട്ടുപോയ തന്റെ പെട്ടി കുനിഞ്ഞെടുക്കുവേ പൊടുന്നനെ ഒരു വെടി പൊട്ടി. രാഘവൻ അലർച്ചയോടെ താഴേക്ക് വീണു. ടാറ്റ സുമയുടെ ഡ്രൈവർ കയ്യിൽ ഒരു റിവോൾവറുമായി മുന്നോട്ട് വരുന്നത് അതിനിടെ അയാൾ കണ്ടു. ചതി, കൊടും ചതി. തന്റെ ഇടതു ചുമലിൽ ഒരു തീയുണ്ട തുളഞ്ഞു കയറിയ അനുഭവമായിരുന്നു രാഘവന്. തറയിൽ വീണ അയാൾ പിടഞ്ഞുപോയി. ചോര പുറത്തേക്ക് ഒഴുകി. അസഹ്യമായ വേദന. തല ഉയർത്തിയ രാഘവൻ കണ്ടത് വീണ്ടും തന്റെ നേരെ റിവോൾവർ ചൂണ്ടുന്ന ഡ്രൈവറെയാണ്. ഏയ്, നിങ്ങൾ എന്താ ഇനി കാട്ടുന്നത്? വിഷമവും അമ്പരപ്പുമൊക്കെ ഒരുപോലെ കലർന്നിരുന്നു ശബ്ദത്തിൽ. 2 അടി കൂടി മുന്നോട്ട് നീങ്ങി നിന്നിട്ട് റിവോൾവർ രാഘവനിൽ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ചിരിയോടെ അയാൾ പറഞ്ഞു, ജോലി അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിരിക്കില്ലെന്ന് ഞാൻ പറഞ്ഞത് രാഘവൻ മറന്നിരിക്കില്ലല്ലോ. അങ്ങനെ നമുക്ക് പല ബന്ധങ്ങളും ഉണ്ടെങ്കിൽ ഇനിയുള്ള കാലം അത് പല കുഴപ്പങ്ങൾക്കും കാരണമായേക്കും. ഏതായാലും അത് വേണ്ട. എല്ലാം ഇവിടെ അവസാനിക്കുകയാണ്. ഗുഡ് ബൈ രാഘവൻ. ഡ്രൈവറുടെ കൈവലിൽ ട്രിഗറിൽ മുറുകുന്നത് രാഘവൻ കണ്ടു. റിവോൾവറിന്റെ സിലിണ്ടർ കറങ്ങി. നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ? രാഘവൻ ഒരു വിധത്തിൽ എണീറ്റു. ശരീരം മുഴുവൻ ചോരയായിരുന്നു. അതെ, ഡ്രൈവർ ചിരിച്ചു. രാഘവൻ അരിശം കടിച്ചമർത്തി. തന്റെ ഭാര്യയുടെയും കുഞ്ഞിന്റെയും അവസ്ഥയെക്കുറിച്ച് അയാൾക്ക് സംശയം തോന്നി. ശരീരത്തിൽ പൊടുന്നന് ഒരു വൈദ്യുതി പ്രവാഹം ഉണ്ടായത് അയാൾ അറിഞ്ഞു. എന്നെ കൊന്നതുകൊണ്ട് ഒന്നും പൂർത്തിയാകുന്നില്ല സുഹൃത്തെ, രാഘവൻ പറഞ്ഞു. ദാ, പോലീസ് എത്തിക്കഴിഞ്ഞു. നിങ്ങളും കുടുങ്ങി. ഒരു നിമിഷം ആ മനുഷ്യൻ നടുക്കത്തോടെ തിരിഞ്ഞു നോക്കി. രാഘവൻ പ്രതീക്ഷിച്ചതും അതുതന്നെയായിരുന്നു. കാട്ടുപന്നിയെ പോലെ അയാൾ കുതിച്ചു ചാടി. റിവോൾവർ പിടിച്ചിരുന്ന കയ്യിൽ കനത്ത ഒരാഘാതമേറ്റു. രാഘവന്റെ ചുരുട്ടിയ കൈത്തലം ഡ്രൈവറുടെ മൂക്ക് ചതച്ചു. ഹോ, അയാൾ നിലവിളിച്ചു പോയി. റിവോൾവർ അകലെ തെറിച്ചു വീണു. കളിയിൽ ചതിക്കുന്നത് രാഘവൻ സഹിക്കില്ല. വർദ്ധിച്ച കോപാവശ്യങ്ങളോടെ അയാൾ ഡ്രൈവറെ പിന്നോട്ട് തള്ളിക്കൊണ്ട് ഭിത്തിയിൽ ചേർത്തമർത്തി. കാൽമുട്ടുകൊണ്ട് അയാളുടെ അടിവയറ്റിൽ അതിശക്തിയായി ഇടിച്ചു. കൊല്ലല്ലേ രാഘവ, പിടഞ്ഞുകൊണ്ട് ഡ്രൈവർ ദയനീയ സ്വരത്തിൽ അപേക്ഷിച്ചു. ഇനി നിനക്ക് മാപ്പില്ല, രാഘവൻ പറഞ്ഞു. രാഘവന്റെ കരുത്തുറ്റ വലത് കൈപ്പത്തി അയാളുടെ കഴുത്തിൽ മുറുകി. ഡ്രൈവർക്ക് ശ്വാസം മുട്ടി. അയാളുടെ കണ്ണുകൾ തുറിച്ചു വന്നു. പിടിവിടുവിക്കാൻ അയാൾ നടത്തിയ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയായിരുന്നു. അവസാനം സർവശക്തിയും സമാഹരിച്ച് ഡ്രൈവർ രാഘവനെ ആഞ്ഞു തള്ളി. രാഘവന്റെ പിടി അല്പമൊന്നയഞ്ഞു. ആ തക്കത്തിന് രാഘവന്റെ പിടിയിൽ നിന്നും ഡ്രൈവർ പ്രാണരക്ഷാർത്ഥം കുതറിയോടി. പിന്നാലെ കൊലവിളിയുമായി രാഘവൻ പാഞ്ഞു ചെന്നു. ഡ്രൈവർ കെട്ടിടത്തിന്റെ മുകൾ തട്ടിലേക്കാണ് ഓടിക്കയറിയത്. 5ാം നിലയിൽ അയാൾ എത്തി. തൊട്ടു പിന്നാലെ രാഘവനും. പരിഭ്രാന്തനായ ഡ്രൈവർ രക്ഷപ്പെടുവാൻ ഒരു മാർഗം തേടി. ഇല്ല, താഴേക്കുള്ള കോണിപ്പടിയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അവിടെയാണ് രാഘവൻ നിൽക്കുന്നതും. എന്തു ചെയ്യണമെന്നറിയാതെ ഡ്രൈവർ പുറത്തേക്ക് നോക്കി. ആയുധമേന്തിയ പോലീസുകാർ ആ കെട്ടിടത്തിന് നേരെ കുതിച്ചു വരുന്നുണ്ടായിരുന്നു. രാഘവൻ അയാൾക്കു നേരെ വന്നു, എലിയെ പിടിക്കാൻ വരുന്ന പൂച്ചയെ പോലെ. നമുക്ക് മറ്റെല്ലാം മറക്കാൻ രാഘവ. ദാ, പോലീസ് ഇങ്ങോട്ട് വരികയാണ്. നമുക്ക് രക്ഷപ്പെടാം. വേണ്ട, രാഘവന്റെ ശബ്ദം ഇടിമുഴക്കം പോലെ ആയിരുന്നു. പിടിക്കപ്പെട്ടാലും നിന്നെ ഇനി ഞാൻ വെറുതെ വിടില്ല. പെട്ടെന്ന് അയാൾ ഒരു മുളങ്കമ്പെടുത്ത് രാഘവനെ അടിച്ചു. രാഘവൻ ഒഴിഞ്ഞു മാറിയിട്ട് വലതു കൈ കൊണ്ട് മുളങ്കമ്പിൽ പിടിച്ചു. അയാളുടെ ഇടതുകൈയുടെ ഭാഗം മരവിച്ചതുപോലെയായിരുന്നു. ഡ്രൈവർ രാഘവനെ തൊഴിച്ചു വീഴ്ത്തിയിട്ട് മുളങ്കമ്പ് ഉപേക്ഷിച്ച് താഴേക്ക് കുതിച്ചു. പക്ഷേ വൈകിപ്പോയിരുന്നു. രാഘവൻ മുളങ്കമ്പ് വീശിയെറിഞ്ഞു. ഡ്രൈവറുടെ കാലുകൾക്കിടയിൽ അത് കുറുകെ വീണു. ഒരു നിമിഷം ഡ്രൈവർ കമിഴ്ന്നു വീണു. തറയിൽ മുഖമടിച്ച് അയാൾ കോണിപ്പടിയിൽ നിന്നും താഴേക്ക് വീണു. അയാളുടെ അലർച്ച ഒരു ഗർത്തത്തിലേക്ക് എന്ന വണ്ണം അകന്നു പോകുന്നതായി രാഘവന് തോന്നി. താഴെ വലിയൊരു ചാക്കുകെട്ട് വീഴുന്നത് പോലെയുള്ള ശബ്ദം. രാഘവൻ താഴേക്ക് നോക്കി. ചോര തീർത്ത വലയത്തിനുള്ളിൽ കമിഴ്ന്നു കിടക്കുന്ന ഡ്രൈവർ. അപ്പോഴേക്കും പോലീസ് കെട്ടിടത്തോട് അടുക്കാറായിരുന്നു. വെറുതെ കളയുവാൻ ഒരു സെക്കൻഡ് പോലുമില്ല. കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കാതെ രാഘവൻ താഴേക്ക് ഓടി. താഴെ നിന്നും ടെലിസ്കോപ്പിക് ഗൺ അടങ്ങിയ പെട്ടിയെടുത്തു. ഡ്രൈവറുടെ ശരീരത്തിലേക്ക് ഒന്ന് നോക്കിയ ശേഷം ടാറ്റ സുമോയുടെ നേരെ കുതിച്ചു. പെട്ടി അതിനുള്ളിലേക്ക് എറിഞ്ഞ ശേഷം ഡ്രൈവിംഗ് സീറ്റിലേക്ക് കുതിച്ചു വീഴുകയായിരുന്നു രാഘവൻ. സുമോ സ്റ്റാർട്ടായി. ആക്സിലേറ്റർ ഞെരിഞ്ഞു. തോക്കിൽ നിന്ന് ഉതിർത്ത ബുള്ളറ്റ് പോലെ ആ വണ്ടി പൊടിപടലങ്ങൾ പറത്തി തെക്കോട്ട് പാഞ്ഞു. പിന്നിൽ നിന്നും വെടിയൊച്ചകൾ ഉയർന്നു. പക്ഷേ അപ്പോഴേക്കും സുമോ തോക്കുകളുടെ റേഞ്ചിനും അപ്പുറം എത്തിക്കഴിഞ്ഞിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ ജില്ലാ ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞിരുന്നു.
പക്ഷേ ജീവന്റെ അവസാനത്തെ തുടിപ്പ് പോലും ആ ശരീരത്തിൽ അവശേഷിച്ചിട്ടില്ലെന്ന് ഡോക്ടർമാർ അറിഞ്ഞു. IG രഘുനാഥ വർമ്മയും SP മണിശങ്കറും മുഖാമുഖം നോക്കി. ഇരുവരെയും നടുക്കം വിട്ടുമാറിയിരുന്നില്ല. ഇങ്ങനൊരു സംഭവം സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നതല്ല. ഇനി എന്തൊക്കെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ആവും നേരിടേണ്ടി വരിക? ഈ ചിന്ത അവരെ അസ്വസ്ഥരാക്കി. മുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തേ മതിയാകൂ. തൊപ്പിയും യൂണിഫോമും എന്നേക്കുമായി അഴിച്ചു വെക്കേണ്ടി വരും. പക്ഷേ മന്ത്രിയുടെ കൊലയാളി ആര്? ഈ ഒരു കൊലപാതകത്തിലൂടെ അയാൾ നേടിയെടുക്കുന്ന ലാഭം എന്താണ്? കുഴയ്ക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ മണിശങ്കറിന് കഴിഞ്ഞില്ല. ഡിപ്പാർട്ട്മെന്റിൽ തങ്കത്തിന്റെ തിളക്കമുള്ളയാളാണ് മണിശങ്കർ. എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണറായിരുന്നു. സമർത്ഥൻ, പ്രശസ്തൻ. പത്തനംതിട്ടയിൽ വർദ്ധിച്ചു വരുന്ന അധോലോക പ്രവർത്തനങ്ങൾ കണ്ടിട്ടാണ് മണിശങ്കറിനെ തന്നെ സർക്കാർ അവിടെ നിയമിച്ചത്. ഒരു നിമിഷം കൊണ്ട് താൻ ഒന്നുമല്ലാതായിരിക്കുന്നുവെന്ന് മണിശങ്കറിന് തോന്നി. കൊലയാളി ടാറ്റ സുമോയിലാണ് രക്ഷപ്പെട്ടതെന്നറിയാം. അതിനപ്പുറം ഒന്നും അറിയില്ല. അക്രമി ആരെന്നറിയാനും എത്രയും പെട്ടെന്ന് അയാളെ പിടികൂടാനും പോലീസ് പരക്കം പായുകയാണ്. സംഭവിച്ചതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല മണിശങ്കർ. അയാളുടെ മനോവ്യാപാരം മനസ്സിലാക്കിയ രഘുനാഥ വർമ്മ പറഞ്ഞു. എത്രയും വേഗം കൊലയാളിയെ കണ്ടെത്തുകയാണ് വേണ്ടത്. സർ. മണിശങ്കർ അറ്റൻഷനിലായി. പിന്നെ എന്തോ തീരുമാനിച്ചുറച്ചതുപോലെ ഹോസ്പിറ്റലിന് പുറത്തേക്ക് കുതിച്ചു. മാരുതി ജിപ്സിയിലേക്ക് ഒരു കൊടുങ്കാറ്റ് പോലെയാണ് മണിശങ്കർ കയറിയത്. വെടിയുണ്ട പോലെ ആ വാഹനം പാഞ്ഞു. റിയർവ്യൂ മിററിലൂടെ രാഘവൻ ഒരിക്കൽ കൂടി നോക്കി. ഇല്ല, ഇതുവരെ പോലീസ് വാഹനങ്ങളൊന്നും പിന്നാലെയില്ല. പക്ഷേ ഏത് നിമിഷവും കാക്കി അണിഞ്ഞവരെ പ്രതീക്ഷിക്കാം. തിരക്ക് അധികമില്ലാത്തതും ദുർഘടം നിറഞ്ഞതുമായ ഒരു റോഡിലൂടെ മുന്നോട്ട് കുതിക്കുകയായിരുന്നു സുമോ. തന്റെ ശരീരം വല്ലാതെ തളരുന്നതും കണ്ണുകൾക്ക് കാഴ്ച കുറയുന്നതും രാഘവൻ അറിഞ്ഞു. ഉടനെ രാഘവൻ ആ കാഴ്ച കണ്ടു. മുന്നിൽ നിറഞ്ഞു പതഞ്ഞൊഴുകുന്ന നദി. അതിനു മുകളിലൂടെ പഴയ കാലത്ത് എങ്ങോ നിർമ്മിച്ച ഒരു ഇരുമ്പ് പാലം. പാലത്തിനരികിൽ മുന്നറിയിപ്പിന്റെ ബോർഡ്. പാലം അപകടത്തിൽ. വാഹനങ്ങളൊന്നും പാലത്തിൽ കയറ്റരുത്. പെട്ടെന്ന് രാഘവന് ഒരു ബുദ്ധി തോന്നി. അയാൾ ടെലിസ്കോപ്പിക് ഗണ്ണടങ്ങിയ പെട്ടിയെടുത്ത് പുറത്തേക്ക് എഴുന്നിട്ട് ഒപ്പം പുറത്തേക്ക് കുതിച്ചു ചാടി. ഉരുണ്ട് ചെന്ന് വീണത് ഒരു ഓടയിൽ. വന്ന വേഗത്തിൽ തന്നെ മുന്നോട്ടു പോയ ടാറ്റ സുമോ പാലത്തിൽ കയറി അതിന്റെ കൈവരികൾ തകർത്തുകൊണ്ട് നദിയിലേക്ക് മറിഞ്ഞു. ഏതാനും സെക്കൻഡുകൾക്കുള്ളിലാണ് ഇതെല്ലാം നടന്നത്. അത് കാരണം രാഘവൻ റോഡിലേക്ക് ചാടുന്നത് ആരും കണ്ടില്ല. മാത്രമല്ല പാലത്തിന്റെ കൈവരിക്ക് പിന്നാലെ ദ്രവിച്ചു നിന്നിരുന്ന തൂണും അടർന്നു. രണ്ട് തൂണുകൾക്കിടയിലുള്ള ഭാഗം അപ്പാടെ നദിയിലേക്ക് വീണു. നദിയുടെ ഇരു കരകളും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. SP മണിശങ്കർ തന്റെ ഓഫീസിലെത്തിയ ഉടനെയാണ് ഫോണിലൂടെ വാർത്തയറിഞ്ഞത്. മണിശങ്കർ ഉടൻ തന്നെ തന്റെ ജിപ്സിയിൽ അങ്ങോട്ട് പാഞ്ഞു. അവിടെ എത്തുമ്പോൾ ജനപ്രളയം. പോലീസും ഫയർഫോഴ്സും എല്ലാം എത്തിക്കഴിഞ്ഞു. നദിയിലേക്ക് ഇറങ്ങാനുള്ള ശ്രമത്തിലായിരുന്നു ഫയർഫോഴ്സുകൾ. DYSP അശോകൻ മണിശങ്കറിന്റെ മുമ്പിൽ വന്ന് സല്യൂട്ട് ചെയ്തു. സംഭവത്തിന് ദൃക്സാക്ഷികളുണ്ടോ? യെസ് സർ, അശോകൻ പറഞ്ഞു. നദിയിൽ തുണി അലക്കിക്കൊണ്ടിരുന്ന കുറെ സ്ത്രീകൾ എന്തോ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പാലം തകർത്തുകൊണ്ട് താഴേക്ക് പതിക്കുന്ന സുമോയാണ് കണ്ടത്. പക്ഷേ അതിനുള്ളിൽ നിന്നും ആരും പുറത്തു വന്നിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. മണിശങ്കർ അസ്വസ്ഥനായി. പെട്ടെന്ന് വയർലെസ് ശബ്ദിച്ചു. മണിശങ്കർ ജീപ്പിനടുത്തേക്ക് നീങ്ങി അത് അറ്റൻഡ് ചെയ്തു. ജില്ലാ സ്റ്റേഡിയത്തിനരികിലുള്ള പണിതീരാത്ത കെട്ടിടത്തിൽ ഒരു ശവശരീരം. ഇതായിരുന്നു സന്ദേശം. അതാരായിരിക്കാം എന്ന് മണിശങ്കർ ചിന്തിക്കുമ്പോൾ ഫയർഫോഴ്സുകാർ നദിയിൽ മുങ്ങുകയായിരുന്നു. 3 തവണ മുങ്ങിയിട്ട് ഉയർന്നു വന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. വണ്ടിക്കുള്ളിൽ ആരുമില്ല. അപ്പോൾ സുമോയിലുണ്ടായിരുന്നവർ ജലത്തിലൂടെ ഒഴുകിപ്പോയോ? ഇനി ആകെയുള്ള തെളിവ് ജില്ലാ സ്റ്റേഡിയത്തിനരികിൽ നിന്ന് കിട്ടിയ ആ ഡെഡ് ബോഡി മാത്രമാണ്. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അശോകനെ പറഞ്ഞേൽപ്പിച്ചിട്ട് മണിശങ്കർ മടങ്ങാൻ ഭാവിക്കുകയായിരുന്നു. തലയ്ക്ക് മുകളിൽ സൂര്യൻ കത്തിയേരുന്നു. ഭയങ്കര ചൂട്. അയാൾ ജിപ്സി സ്റ്റാർട്ട് ചെയ്യാൻ ഭാവിക്കുമ്പോൾ ആരോ വിളിച്ചു പറയുന്നത് കേട്ടു. ചോര, ചോര! ആ ശബ്ദമുയർന്ന ഭാഗത്തേക്ക് ആൾക്കാർ ഓടിയെടുത്തു. നിമിഷങ്ങൾക്കകം ജിപ്സിയിൽ നിന്ന് ചാടിയിറങ്ങിയ മണിശങ്കറും അങ്ങോട്ട് പാഞ്ഞു. ആൾക്കാരെ വകഞ്ഞു മാറ്റിയാണ് മണിശങ്കർ മുന്നോട്ട് ചെന്നത്. അവിടെ ഓടയിൽ കുറെ ചോര കരിയിലകളിലും മണ്ണിലുമൊക്കെയായി ചിതറിക്കിടക്കുന്നത് കണ്ടു. മണിശങ്കറുടെ നെറ്റി ചൊളിഞ്ഞു. കൊലയാളി സുമോയോടൊപ്പം വെള്ളത്തിൽ വീണില്ലേ? മാത്രമല്ല അയാൾക്ക് എങ്ങനെ മുറിവ് പറ്റി? മണിശങ്കർ സൂക്ഷിച്ചു നോക്കി. ആ ഭാഗത്തെ ചെറുപുല്ലുകൾ ചതഞ്ഞിരിക്കുന്നു. ആരോ വീണതുപോലെ. DYSP അശോകനും അങ്ങോട്ട് വന്നു. മണിശങ്കർ അയാളെ നോക്കി പറഞ്ഞു. അശോക, യാതൊന്നും നമ്മൾ തള്ളിക്കളയാൻ പാടില്ല.
ഈ ചോരയുടെ ബാക്കി അടുത്തെവിടെയെങ്കിലും ഉണ്ടോ എന്നറിയണം. ഈ ഭാഗം മുഴുവനും പോലീസ് തിരയണം. മണൽത്തരികൾക്കിടയിൽ പോലും നമ്മൾ തേടുന്ന കൊലയാളി ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നറിയണം. കൊലയാളി വെള്ളത്തിൽ പോയിട്ടില്ലെങ്കിൽ ഇന്ന് സന്ധ്യയാകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അവനെ കിട്ടണം. അണ്ടർസ്റ്റാൻഡ് സർ? മണിശങ്കർ ജിപ്സിയിൽ കയറി. ആൾക്കാർക്കിടയിലൂടെ അത് മുന്നോട്ടു പോയി. ഡിവൈഎസ്പി അശോകൻ പോലീസുകാരെ വിളിച്ചുകൂട്ടി വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തു. ആ ഭാഗത്ത് തന്നെയായിരുന്നു അശോകൻ താമസിച്ചിരുന്നതും. ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നത് അശോകന് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് സാധാരണ എന്ന പോലെ ഇവിടെയും ശാന്തമായ ഒരു ഭാഗത്ത് വാടക വീട് കണ്ടെത്തുകയായിരുന്നു. വീട്ടിൽ ഭാര്യയും അമ്മയും മാത്രമേ ഉള്ളൂ. മക്കൾ രണ്ടുപേരും തിരുവനന്തപുരത്ത് ബോർഡിംഗ് സ്കൂളിലാണ് പഠിക്കുന്നത്. പോലീസുകാർ ആറ്റുതീരത്തെ പൊന്തക്കാടുകൾ അരിച്ചു പെറുക്കുവാൻ തുടങ്ങി. SP മണിശങ്കർ ജില്ലാ സ്റ്റേഡിയത്തിനരികിലുള്ള കെട്ടിടത്തിനരികിൽ എത്തുമ്പോൾ അവിടെയും ആൾക്കാർ തടിച്ചുകൂടിയിരിക്കുകയായിരുന്നു. പോലീസുകാർ അവരെ അകറ്റി നിർത്തിയിരിക്കുകയാണ്. മണിശങ്കർ കടന്നു ചെന്നപ്പോൾ അവർ അറ്റൻഷനിലായി. ചോര തീർത്ത വലയത്തിനുള്ളിൽ കിടക്കുന്ന ആ മനുഷ്യനെ അയാൾ കണ്ടു. തലയിൽ നിന്നും തൊപ്പി എടുത്തതിനു ശേഷം മണിശങ്കർ അയാൾക്കരിയിൽ കുത്തിയിരുന്നു. മുഖത്തിന്റെ പകുതി ഭാഗം മാത്രമേ കാണാൻ കഴിയുമായിരുന്നുള്ളൂ. അയാൾ കെട്ടിടത്തിന് മുകളിലേക്ക് നോക്കി. അവിടെ നിന്നായിരിക്കണം ഇയാൾ വീണത്. മറ്റെന്തെങ്കിലും തെളിവ് കിട്ടിയിട്ടുണ്ടോ? മണിശങ്കർ CI ബഷീറിനെ നോക്കി ചോദിച്ചു. സർ, ഒരു റിവോൾവർ കിട്ടിയിട്ടുണ്ട്. റിവോൾവർ? മണിശങ്കറുടെ നെറ്റി ചുളിഞ്ഞു. റിവോൾവർ കൊണ്ട് ഇത്രയും അകലിൽ നിന്ന് മന്ത്രിയെ വധിക്കാനാവില്ല. പോസ്റ്റ്മോർട്ടത്തിനായി ബോഡി ആംബുലൻസിൽ കയറ്റി. ഒന്നും പരസ്പരം യോജിക്കുന്നില്ലെന്ന് മണിശങ്കറിന് തോന്നി. ഈ മരിച്ചവൻ, ടാറ്റ സുമയിൽ പോയവൻ, ഓടയിൽ കണ്ട ചോര, ആകെ ദുരൂഹത. ചിന്താധീനനായ മണിശങ്കർ ആ കെട്ടിടത്തിന്റെ പടിക്കെട്ടുകൾ കയറി മുകളിലേക്ക് പോയി. പത്തനംതിട്ടയിലെ ലോഡ്ജുകളും ഹോട്ടലുകളും ബാറുകളുമെല്ലാം പോലീസ് അരിച്ചു പെറുക്കി. സംശയം തോന്നിയവരൊക്കെ ഇരുമ്പഴിക്കുള്ളിലാക്കി. തിരുവനന്തപുരത്തു നിന്നും DGP കൃഷ്ണയ്യരും പത്തനംതിട്ടയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. സന്ധ്യയായി. പട്ടണത്തിൽ ലൈറ്റുകൾ തെളിഞ്ഞു. ഈ സമയം അത്രയും ആറ്റുതീരത്ത് അന്വേഷണം നടത്തുകയായിരുന്നു DYSP അശോകന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം. ഇരുൾ ചിറകു വിരിച്ചെത്തിയതോടെ അവരും അന്വേഷണം മതിയാക്കി. കൊലയാളിയെക്കുറിച്ച് യാതൊരു വിവരവും കിട്ടിയില്ല. നദിയിൽ ഒരിടത്തും ഒരു ശവശരീരം അടിഞ്ഞിട്ടില്ല താനും. 2 കോൺസ്റ്റബിൾമാരെ പാലത്തിനരികിൽ ഡ്യൂട്ടിക്കിട്ട ശേഷം അശോകനും സംഘവും അടങ്ങി. പൊന്തക്കാടുകൾക്കിടയിൽ കനത്ത ഇരുട്ടായിരുന്നു. അവിടെ ഒരു കറുത്ത നിഴൽ പിഴച്ചു. തറയിൽ നിന്നും പൊട്ടിമുളച്ചതുപോലെ. കാടുകൾ വകഞ്ഞു മാറ്റി ആ രൂപം മുന്നോട്ട് നീങ്ങി. വേയിച്ചു പോകുന്നുണ്ടായിരുന്നു അയാൾ. അല്പം നടന്നു കഴിഞ്ഞപ്പോൾ ആ കണ്ണുകളിൽ ഒരു വെളിച്ചം പതിച്ചു. അകലെ ഒരു വീടിന് പിന്നിൽ തെളിഞ്ഞു നിന്നിരുന്ന ബൾബിൽ നിന്നുമുള്ള പ്രകാശം. അശോകന്റെ വാടക വീട്. സുസ്മിത വിസിറ്റിംഗ് റൂമിലിരുന്ന് TV കാണുകയായിരുന്നു. മഹേശ്വരി അമ്മ പൂജാമുറിയിലാണ്. അവിടെ നിന്നിനി അമ്മ പുറത്തു വരണമെങ്കിൽ 9 മണിയെങ്കിലും ആകും. അതാണ് പതിവ്. ചിലപ്പോൾ അല്പം കൂടി വൈകിയെന്നും ഇരിക്കും. താൻ ഇന്ന് എത്തിച്ചേരാൻ കുറെ വൈകുമെന്ന് അശോകൻ ഫോൺ ചെയ്തു പറഞ്ഞിരുന്നു. കണ്ടുകൊണ്ടിരുന്ന TV സീരിയൽ തീർന്നപ്പോൾ സുസ്മിത കിടപ്പുമുറിയിലേക്ക് നടന്നു. അമ്മ പൂജാമുറിയിൽ നിന്നും പുറത്തു വരുന്നത് വരെ ഒന്ന് കിടന്നു കളയാം. 2 കുട്ടികളുടെ അമ്മയാണെങ്കിലും സുസ്മിത ഇന്നും സുന്ദരിയാണ്. അടുക്കള ഭാഗത്ത് എന്തോ ശബ്ദം കേട്ടതുപോലെ അവൾക്ക് തോന്നി. അങ്ങോട്ടെത്തി അവൾ അവിടെ തുറന്നു കിടന്നിരുന്ന വാതിൽ കണ്ടു. അമ്മ ഈ വാതിൽ അടച്ചില്ലായിരുന്നു എന്ന് പിറുപിറുത്തുകൊണ്ട് അവൾ കതകടിച്ച് തഴുതിട്ടു. പക്ഷേ പൊടുന്നനെ സുസ്മിതയുടെ കണ്ടത്തിൽ ഒരാർത്തനാദം കുരുങ്ങി. തൊട്ടുമുന്നിൽ ഒരു മനുഷ്യൻ, ചുവന്ന മനുഷ്യൻ. അയാളുടെ ശരീരം നിറയെ ചോരയായിരുന്നു. സുസ്മിത വിറച്ചുപോയി. അയാളുടെ കയ്യിൽ തങ്ങളുടെ കറിക്കരിയുന്ന കത്തി അവൾ കണ്ടു. ശബ്ദിക്കരുത്, മരണം പോലെ തണുത്ത ശബ്ദത്തിൽ രാഘവൻ പറഞ്ഞു. എനിക്ക് രക്ഷപ്പെട്ടേ മതിയാകൂ. അതിനുവേണ്ടി ഒരു കൊലപാതകം നടത്തേണ്ടി വന്ന അതിന് ഞാൻ ഒരുക്കമാണ്. നിങ്ങൾ നിങ്ങൾ അവൾ എന്തോ ചോദിക്കാൻ ഭാവിച്ചു. വേണ്ട, ഒന്നും ചോദിക്കരുത്. എനിക്കിപ്പോൾ നിന്റെ സഹായം വേണം. പറ്റില്ലെന്ന് പറയരുത്. സുസ്മിത നിന്നിടത്തു നിന്ന് ചലിച്ചില്ല. ഈ വീട്ടിൽ ഇപ്പോൾ മറ്റാരൊക്കെയുണ്ട്? അമ്മ. അമ്മ എന്തെടുക്കുന്നു? പൂജാമുറി. നല്ലത്. അമ്മ അവിടെ തന്നെ ഇരിക്കട്ടെ. എന്നെ നിങ്ങളുടെ ഗസ്റ്റ് റൂമിലേക്ക് കൊണ്ടുപോകൂ, അയാൾ പറഞ്ഞു. അവൾ മടിച്ചു. അയാൾ കത്തി ചലിച്ചപ്പോൾ അനുസരിക്കാതിരിക്കാനായില്ല. വരൂ. അവൾക്ക് പിന്നാലെ വേച്ച് വേച്ച് മുന്നോട്ട് നീങ്ങുമ്പോഴും രാഘവൻ ചിന്താധീനനായിരുന്നു. താൻ ഈ മുഖം നേരത്തെ കണ്ടിട്ടുണ്ട്. പക്ഷേ എവിടെ വെച്ച്? ഗസ്റ്റ് റൂമിൽ അവർ എത്തി.
രാഘവൻ പൊടുന്നനെ വാതിലടച്ച് കുറ്റിയിട്ടു. എന്നെ ഒന്നും ചെയ്യരുത്, സുസ്മിത തൊഴുകയോടെ പറഞ്ഞു. ഇല്ല, പറഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്യുന്നവനാണ് ഞാൻ. നിനക്ക് എന്നെ വിശ്വസിക്കാം. അയാൾ കത്തി മേശപ്പുറത്ത് വെച്ചു. എൻ്റെ തോളിൽ ഒരു വെടിയുണ്ട തുളഞ്ഞു കയറിയിരിപ്പുണ്ട്. അതൊന്ന് എടുക്കാൻ നിന്റെ സഹായം വേണം. സുസ്മിത കിടുങ്ങിപ്പോയി. ആ ഭാവമാറ്റം ശ്രദ്ധിക്കാതെ അയാൾ പറഞ്ഞു, വരൂ. അയാൾ ബാത്റൂമിന്റെ വാതിൽ തുറക്കുമ്പോൾ ഇറങ്ങി ഓടിയാലോ എന്ന് അവൾ ചിന്തിച്ചതാണ്. പക്ഷേ അത് രാഘവൻ മുൻകൂട്ടി മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അരുതാത്തതൊന്നും മനസ്സിൽ തോന്നരുത്. അത് അപകടത്തെ വിലയ്ക്ക് വാങ്ങിക്കലാവും. രാഘവന്റെ മുന്നറിയിപ്പ്. ഒരു പോലീസ് ഓഫീസറുടെ ഭാര്യയായിട്ടും തനിക്ക് ഈ ഗതികേട് വന്നതിൽ സുസ്മിതയ്ക്ക് ആത്മനിന്ദ തോന്നി. അല്ലെങ്കിലും ചോര കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഒരു തരം തളർച്ചയാണ്. രാഘവൻ ബാത്റൂമിലെ ലൈറ്റ് തെളിച്ചു. ഷവർ തുറന്നു വിട്ടിട്ട് അതിന് കീഴിൽ നിന്നു. അപ്പോഴും കയ്യിൽ കത്തി ഉണ്ടായിരുന്നു. കണ്ണുകൾ സുസ്മിതയിൽ തന്നെയായിരുന്നു. ശിരസിൽ നിന്നും വെള്ളവും ചോരയും മണ്ണും ഇടകലർന്ന് താഴേക്ക് ഒഴുകി തുടങ്ങി. ആ കാഴ്ച കാണാനാവാതെ സുസ്മിത കണ്ണുകൾ ഇറുക്കി അടച്ചു. അസഹ്യമായ നീറ്റലിൽ രാഘവൻ പുളഞ്ഞു. താനിപ്പോൾ നിലവിളിച്ചു പോകുമെന്ന് അയാൾക്ക് തോന്നി. പല്ലുകൾ കടിച്ചു പിടിച്ചു നിന്നു. സുസ്മിത കണ്ണു തുറന്നു. ശരിക്കും ചോരയും മണ്ണും ഒഴുകിപ്പോയപ്പോഴാണ് അവളും അയാളുടെ യഥാർത്ഥ രൂപം കണ്ടത്. സുസ്മിതയുടെ നെറ്റി ചുളിഞ്ഞു. അവൾ വീണ്ടും വീണ്ടും അയാളെ സൂക്ഷിച്ചു നോക്കി. ഓർമ്മയിൽ ഭൂതകാലത്തിന്റെ താളുകൾ മറിഞ്ഞു. ആര്, എവിടെ വെച്ചാണ് തനിക്ക് ഈ മനുഷ്യന് പരിചയം? പൊടുന്നനെ തലച്ചോറിനുള്ളിൽ ഒരു പൂത്തിരി കത്തി. രാഘവൻ, നാൻസിയുടെ രാഘവൻ. രാഘവണ്ണനല്ലേ നാൻസിയുടെ? അവൾ ചോദിച്ചു. ഞെട്ടിപ്പോയത് രാഘവനാണ്. തന്നെ ഒരാൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അയാൾ കത്തിയിൽ പിടിമുറുക്കി. അവൾ ചോദ്യം ആവർത്തിച്ചു. അതെ, രാഘവൻ പറഞ്ഞു. നീ നീ ആരാണ്? നിനക്കെങ്ങനെ അറിയാം? സുസ്മിതയ്ക്ക് ഇത്തിരി ധൈര്യമായി. ഞാൻ സുസ്മിത, നാൻസിയുടെ കൂട്ടുകാരികളിൽ ഒരാൾ. രാഘവനും ആളിനെ മനസ്സിലായത് അപ്പോഴാണ്. അയാൾ കത്തി താഴ്ത്തി. രാഘവണ്ണൻ ജയിൽ ചാടി വരികയാണോ? അവൾ തിരക്കി. അയാൾക്ക് മറുപടി പറയുവാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് ബോധമറ്റ് താഴെ വീണു കഴിഞ്ഞിരുന്നു. ഈ സമയത്ത് മുറ്റത്ത് വല്ലാത്തൊരു ശബ്ദത്തോടെ പോലീസ് ജീപ്പ് ബ്രേക്ക് ഇട്ടി നിന്നു. ഡിവൈഎസ്പി അശോകൻ. സുസ്മിത എന്തു ചെയ്യണമെന്നറിയാതെ പതറി നിന്നു. ബോധമറ്റ് ബാത്റൂമിൽ കിടക്കുന്ന രാഘവനെ അവൾ നോക്കി. ഈശ്വര! കോളിംഗ് ബെല്ലിന്റെ ഒച്ചയുയർന്നു. ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഏതായാലും അവൾ ഷവറിന്റെ ടാപ്പ് മുറുക്കി. ടവൽ കൊണ്ട് കയ്യിൽ തെറിച്ചു വീണ ജലം തുടച്ചിട്ട് ബാത്റൂമിന്റെ വാതിൽ ചാരി. പെട്ടെന്ന് ഗസ്റ്റ് റൂമിൽ നിന്ന് പുറത്തു വന്ന് വാതിൽ തുറന്നു. മുന്നിൽ അക്ഷമനായി, അതിലേറെ അസ്വസ്ഥനായി ഡിവൈഎസ്പി അശോകൻ. അയാൾ അവളെ തുറച്ചു നോക്കി. നീ എന്താ വാതിൽ തുറക്കാൻ വൈകിയത്? നിന്റെ മുഖമെന്താ വല്ലാതിരിക്കുന്നത്? ഉത്തരം പറയാനാവാതെ അല്പനേരം സുസ്മിത പതറി നിന്നു. അമ്പരപ്പ് മറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ഞാനൊന്ന് കിടക്കുകയായിരുന്നു, വല്ലാത്ത തലവേദന. അയാൾ അത് വിശ്വസിച്ചോ ഇല്ലയോ എന്നറിയില്ല. അശോകൻ വിസിറ്റിംഗ് റൂമിലേക്ക് കയറി തൊപ്പിയെടുത്ത് ടീപ്പോയിൽ വെച്ചു. കുളിക്കാൻ തുടങ്ങിയല്ലേ? ഭർത്താവിൻ്റെ അടുത്തെത്തി സുസ്മിത തിരക്കി. കുളിക്കാനും നനയ്ക്കാനും ഒന്നും സമയമില്ല. ഇത്തിരി ചോറ് വിളമ്പ് നീ, എനിക്ക് ഉടനെ പോകണം. പണ്ടാരമടങ്ങാൻ. ആഭ്യന്തരമന്ത്രിയുടെ കൊലയാളി ഈ പരിസരത്തെങ്ങോ ഉണ്ടെന്നാണ് മനുസാറിന്റെ വിശ്വാസം. ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും എനിക്ക് അവനെ കണ്ടെത്തിയേ പറ്റൂ. സുസ്മിതയുടെ ഹൃദയത്തിലൂടെ ഒരു അറക്കവാൾ കടന്നുപോയി. ആഭ്യന്തരമന്ത്രിയുടെ കൊലയാളി രാഘവണ്ണ ആയിരിക്കുമോ അത്? അയാളെ കസ്റ്റഡിയിലെടുത്താൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും അശോകേട്ടന് തന്നെ കിട്ടുകയും ചെയ്യും. രാഘവനെ കുറിച്ച് പറയുവാൻ പലതവണ നാവ് ചലിച്ചതാണ്. പക്ഷേ അദൃശ്യമായ ഏതോ ഒരു ചങ്ങല തന്നെ പിന്നോട്ട് വലിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ഒരുപക്ഷെ രാഘവണ്ണൻ ആഭ്യന്തരമന്ത്രിയെ കൊന്നിട്ടില്ലെങ്കിൽ അദ്ദേഹത്തെ പോലീസിൽ ഏൽപ്പിക്കുന്നത് പാപമാണ്. മാത്രമല്ല, നാൻസിയുടെ സഹോദരനായ ജോർജ് ജോസഫിനെ കൊല്ലുവാൻ രാഘവണ്ണൻ തയ്യാറാകുമോ? നീ പോയി ചോറ് വിളമ്പ്. അശോകന്റെ ശബ്ദമാണ് സുസ്മിതയെ ഉണർത്തിയത്. തന്റെ മനസ്സ് വായിക്കാൻ അശോകേട്ടൻ മിടുക്കനാണ്. അതുകൊണ്ട് സുസ്മിത വേഗം അടുക്കളയിലേക്ക് നടന്നു. ചോറ് വിളമ്പി. അശോകൻ കൈ കഴുകി വന്നിരുന്നു. നീ ഇരിക്കുന്നില്ലേ? അമ്മയും ഒന്നിച്ചിരുന്നോളാം. സാധാരണ അവർ മൂവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു പതിവ്. വളരെ വേഗം അശോകൻ എന്തോ കഴിച്ചെന്ന് വരുത്തി എണീറ്റു. തിരികെ വിസിറ്റിംഗ് റൂമിൽ എത്തിയപ്പോഴേക്കും മഹേശ്വരി അമ്മ പ്രാർത്ഥനാ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ഇനിയും നീ പുറത്തു പോവുകയാണോ അശോക? പോയേ പറ്റൂ അമ്മേ. അയാൾ തിരിഞ്ഞ് സുസ്മിതയെ നോക്കി. ആരെങ്കിലും വന്ന് വിളിച്ചാൽ വാതിൽ തുറക്കരുത്. പീപ്പിംഗ് ഹാളിലൂടെയോ ജനാലയിലൂടെയോ പുറത്ത് ആരാ ഉള്ളതെന്ന് ഉറപ്പുവരുത്തണം.
സുസ്മിത തല കുലുക്കി. അശോകൻ തൊപ്പിയെടുത്ത് തലയിൽ വെച്ചു. പിന്നെ പുറത്തേക്ക് നടന്നു. വാതിൽക്കൽ വരെ സുസ്മിതയും അയാളെ അനുഗമിച്ചു. അശോകൻ കയറിയ ജീപ്പ് ഇരുളിൽ അകന്നു പോയപ്പോൾ മാത്രമാണ് സുസ്മിത ആശ്വാസത്തോടെ ഒന്ന് നിശ്വസിച്ചത്. വാതിലടച്ച് അവൾ പിന്തിരിഞ്ഞു. നീ ചോറുണ്ടോ മോളെ? മഹേശ്വരി അമ്മ തിരക്കി. ഇല്ല, നല്ല വിശപ്പ് തോന്നുന്നില്ല. അമ്മ കഴിച്ചിട്ട് കിടന്നോളൂ. തലവേദനയാണോ? വെറുതെ അവളൊന്ന് മൂളി. അമ്മ അപ്പുറത്തേക്ക് പോയപ്പോൾ അവൾ ഗസ്റ്റ് റൂമിലെത്തി. ബാത്റൂം തുറന്നു നോക്കി. രാഘവൻ അതേ കിടപ്പാണ്. തോളിൽ നിന്നും ഒലിച്ചിറങ്ങിയ കട്ടച്ചോര ഒരു ചാൽ പോലെ പുറത്തേക്കുള്ള ഓവുചാലിലേക്ക് ഒഴുകിപ്പോകുന്നു. വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അത്. ഈ നില തുടർന്നാൽ അയാൾ മരിച്ചു പോകുമെന്ന് സുസ്മിതയ്ക്ക് തോന്നി. അങ്ങനെ സംഭവിച്ചാൽ ശ്വാസം നിലച്ചു പോകുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു. ദൈവമേ, അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. സുസ്മിത പെട്ടെന്ന് പിൻവാങ്ങി. അമ്മയെങ്ങാനും വന്ന് ഈ കാഴ്ച കണ്ടാൽ? അശോകേട്ടനോട് പറയുന്നതായിരുന്നു നല്ലത്. ഇനിയാണെങ്കിലും ഫോൺ ചെയ്ത് വിവരമറിയിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ നാൻസി... മഹേശ്വരി അമ്മ അത്താഴം കഴിച്ചു വന്നു. സുസ്മിത തങ്ങളുടെ കിടക്കമുറിയിലേക്ക് പോയി. ആ കെട്ടിടത്തിലെ ലൈറ്റുകൾ അണഞ്ഞു. മഹേശ്വരി അമ്മ ഉറങ്ങുന്നതുവരെ അവൾ കാത്തുകിടന്നു. പുറത്തുകൂടി ആരൊക്കെയോ നടക്കുന്നുവെന്ന് അവൾക്ക് തോന്നി. കരിയിലകൾ ഞെരിഞ്ഞമരുന്നതുപോലെയുള്ള ശബ്ദം. സുസ്മിതയുടെ സിരകളിലേക്ക് അറിയാതെ ഭീതി അരിച്ചരിച്ചു കയറി. സമയമെഴഞ്ഞു നീങ്ങി. സുസ്മിത എണീറ്റു. ശബ്ദം കേൾപ്പിക്കാതെ അവൾ ഗസ്റ്റ് റൂമിലെത്തി. വാതിൽ ഭദ്രമായി അടച്ചു. ആരോ ഒന്ന് ഞരങ്ങിയതുപോലെ തോന്നി. അവൾ ബാത്റൂമിലെത്തിയപ്പോൾ രാഘവൻ എണീറ്റ് ഭിത്തിയിൽ ചാരിയിരിപ്പുണ്ട്. അയാൾ അവളെ നോക്കി. എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താണെന്ന ഭാവത്തിൽ അവൾ നിന്നു. കുറച്ച് ചൂടുവെള്ളം വേണം. ഇത്തിരി നല്ല തുണിയും. എൻ്റെ തോളിൽ ഒരു വെടിയുണ്ട തുളഞ്ഞിരിപ്പുണ്ട്. അവൾ നിന്നിടത്തു നിന്നും അനങ്ങിയില്ല. അയാൾ പറഞ്ഞു, ബുള്ളറ്റ് ശരീരത്തിൽ ഇരിക്കുന്നിടത്തോളം ഞാൻ കൂടുതൽ തളരുകയുള്ളൂ. എത്രയും വേഗം അത് നീക്കം ചെയ്യുന്നുവോ അത്രയും പെട്ടെന്ന് ഞാൻ ഇവിടെ നിന്ന് പോയിക്കൊള്ളാം. സുസ്മിത തിരിച്ചു പോന്നു. കെറ്റിലിൽ വെള്ളം തിളപ്പിച്ചു. അത് ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് കുറെ നല്ല തുണിയുമായി മടങ്ങിയെത്തി. രാഘവൻ അപ്പോൾ കത്തികൊണ്ട് തൻ്റെ ഷർട്ടിൻ്റെ ഇടതുഭാഗം മുറുക്കിയായിരുന്നു. അവിടെ മുഴുവൻ മരവിപ്പായിരുന്നതിനാൽ സ്പർശനം പോലും അറിയാൻ കഴിയുമായിരുന്നില്ല. വെടിയുണ്ട തുളഞ്ഞ ഭാഗത്ത് ചോര കട്ട പിടിച്ചിരിക്കുന്നത് കണ്ട് സുസ്മിത മുഖം തിരിച്ചു. രാഘവൻ കുറെ തുണി ചൂടുവെള്ളത്തിൽ മുക്കിയ ശേഷം വളരെ ബുദ്ധിമുട്ടി വെടിയേറ്റ ഭാഗം തുടച്ചു. തോളിൽ അകത്തേക്ക് ഒരു വിരൽ കടക്കത്തക്ക വലിപ്പത്തിൽ ദ്വാരമുണ്ടായിരുന്നു. ഈ വെടിയുണ്ട ഒന്ന് എടുക്കാമോ? സുസ്മിതയ്ക്ക് ഭയമില്ലെങ്കിൽ... അയ്യോ, എനിക്ക് വയ്യ. ചോര കണ്ടപ്പോൾ തന്നെ എനിക്ക് തലകറക്കം തുടങ്ങി. രാഘവന്റെ ചുണ്ടിൽ ഒരു വരണ്ട ചിരിയുണ്ടായി. ഓക്കെ. ഒരു കൈകൊണ്ട് ഭിത്തിയിൽ ബലം കൊടുത്ത് അയാൾ എണീറ്റപ്പോൾ വേച്ചു വീഴാൻ ഭാവിച്ചു. പെട്ടെന്ന് സുസ്മിത അയാളെ താങ്ങി. താങ്ക് യു. ബാത്റൂമിൽ വാഷ് ബേസിനും കണ്ണാടിയും ഉണ്ടായിരുന്നു. രാഘവൻ കണ്ണാടിക്ക് പുറം തിരിഞ്ഞു നിന്നിട്ട് തോളിന് മുകളിലൂടെ തല തിരിച്ചു നോക്കി. വെടിയുണ്ട തുളഞ്ഞിറങ്ങിയ ഭാഗം കണ്ണാടിയിലൂടെ കണ്ടു. വിറവോണ്ട കൈകളിൽ കത്തി ഉയർന്നു. സുസ്മിത കണ്ണുകൾ ഇറുക്കിയടച്ചു. കത്തിമുന വിറകൊണ്ടു. അത് മുറിയിലേക്ക് അമർന്നിറങ്ങി. രാഘവൻ വേദനയോടെ പൊളഞ്ഞു. അമർത്തിയ ഒരു നിലവിളി കണ്ടത്തിൽ നിന്നുയർന്നെങ്കിലും അയാൾ അത് കടിച്ചമർത്തി. കത്തിമുന വെടിയുണ്ടയിൽ തടഞ്ഞു. അത് അസ്ഥിയിൽ തറഞ്ഞിരിക്കുകയായിരുന്നു. കത്തി മുട്ടിയിട്ടും ബുള്ളറ്റ് അനങ്ങിയില്ല. രാഘവൻ വേദന കടിച്ചമർത്തിക്കൊണ്ട് കത്തിമുന അനക്കി. ടക്ക് എന്നൊരു ശബ്ദം. ബുള്ളറ്റ് അസ്ഥിയിൽ നിന്ന് വേർപെട്ട് വാഷ് ബേസിനിൽ വീണു. ഒപ്പം കുറെ കട്ട ചോരയും. ഓഹ്! രാഘവന്റെ കയ്യിൽ നിന്നും കത്തി പിടിവിട്ട് വാഷ് ബേസിന് തന്നെ വീണു. തിരിഞ്ഞു നിന്ന് അയാൾ പൈപ്പ് തുറന്നു വിട്ടു. വെള്ളം ചോരയുമായി കലർന്ന് ഒഴുകിപ്പോയി. രാഘവൻ മുറിവ് ഒരിക്കൽ കൂടി ചൂടുവെള്ളം കൊണ്ട് വൃത്തിയാക്കി. പിന്നെ മുറിവിൽ തുണി ചുറ്റിക്കെട്ടി. സുസ്മിത അയാളെ സഹായിച്ചു. രാഘവൻ ബാക്കിയുണ്ടായിരുന്ന ചൂടുവെള്ളം കുറെ കുടിച്ചു. വാഷ് ബേസിനിൽ കിടന്നിരുന്ന വെടിയുണ്ട എടുത്ത് കീശയിൽ നിക്ഷേപിച്ചു. ചോദിക്കാൻ വിട്ടുപോയി, സുസ്മിതയുടെ ഹസ്ബൻഡിന് എവിടെയാണ് ജോലി? ഇവിടെ തന്നെ. അദ്ദേഹം ഇപ്പോൾ രാഘവനെ തേടി പോയിരിക്കുകയാണ്. അയാൾ ചുളിഞ്ഞ നെറ്റിയോടെ അവളെ നോക്കി. എൻ്റെ ഭർത്താവ് പോലീസിലാണ്, ഡിവൈഎസ്പി അശോകൻ, സുസ്മിത പറഞ്ഞു. രാഘവൻ വല്ലാതെ ഒന്ന് കിടുങ്ങി. അത് മനസ്സിലാക്കിയിട്ടെന്നവണ്ണം അവൾ പറഞ്ഞു, ഞാൻ രാഘവണ്ണനെ കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല. അല്പം മുമ്പാണ് അദ്ദേഹം വന്നിട്ട് പോയത്. ഈ ഉപകാരത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല സുസ്മിത. വേണ്ട. അവളുടെ ഭാവം പെട്ടെന്ന് മാറി. നന്ദിക്ക് വേണ്ടിയല്ല ഞാൻ ഇതൊക്കെ ചെയ്തത്. നാൻസി ഓർത്ത് മാത്രം. എനിക്ക് നിങ്ങളോട് പറയുവാൻ ഒരേ ഒരു കാര്യമേ ഉള്ളൂ.
കൊലപാതകവും ജയിലുമായി നടക്കുന്ന നിങ്ങൾ ആ പാവ സ്ത്രീയെയും കുട്ടിയെയും ഇനി ബുദ്ധിമുട്ടിക്കരുത്. രാഘവൻ എന്തോ പറയുവാൻ ഭാവിച്ചപ്പോൾ അവൾ വിലക്കി. വേണ്ട, ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. നിങ്ങൾക്ക് പോകാം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭർത്താവിനെ വിളിച്ച് നിങ്ങളെക്കുറിച്ച് പറഞ്ഞു പോകും. രാഘവൻ പുറത്തേക്ക് നടന്നു. അടുക്കളയുടെ വാതിൽ തുറന്നു കൊടുത്തത് സുസ്മിതയാണ്. ഇരുളിലൂടെ മുന്നോട്ട് നീങ്ങിയ രാഘവൻ ടെലിസ്കോപ്പിക് ഗണ്ണടങ്ങിയ പെട്ടിയെടുത്തു. ഇനി ഒരു വാഹനം വേണം, എത്രയും വേഗം വീട്ടിലെത്തണം. ആ ചിന്തയോടെ നടന്നു. SP ഓഫീസ്. സമയം വെളുപ്പിന് 3 മണി. മണിശങ്കർ അപ്പോഴും തൻ്റെ സീറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. കൊലയാളിയെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു മെസ്സേജിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അയാൾ. സിഗരറ്റ് കുറ്റികൾ ആസ്ട്രയിൽ കുന്നുകൂടിയിരിക്കുന്നു. ഫോൺ ശബ്ദിച്ചു. മണിശങ്കർ റിസീവർ ഉയർത്തി. യെസ്, മണിശങ്കർ അല്ലേ? അപ്പുറത്തു നിന്നും ഒരു കനത്ത ശബ്ദം. യെസ്. ആഭ്യന്തരമന്ത്രിയുടെ ഘാതകനെ തേടി നിങ്ങൾ ബുദ്ധിമുട്ടുകയാണെന്നറിയാം. അതിപ്രധാനമായ ഒരു ഇൻഫർമേഷനാണ് ഞാൻ തരുന്നത്. SP-യുടെ ഉത്കണ്ഠ ഉണർന്നു. ടെൽമി. കൊലയാളിയെ ഞാൻ ചൂണ്ടിക്കാട്ടിത്തരാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിട്ടുതരുന്നു. രാഘവനാണ് ആഭ്യന്തരമന്ത്രിയെ കൊന്നത്. രാഘവൻ? യെസ്, മുൻ ഹൈക്കോടതി ജഡ്ജി ഗുരുദാസിനെയും പത്നിയെയും കൊലപ്പെടുത്തിയ അതേ രാഘവൻ തന്നെ. നിങ്ങൾ ആരാണ്? മണിശങ്കർ ചോദിച്ചപ്പോഴേക്കും അപ്പുറത്ത് റിസീവർ വച്ചിരുന്നു. മണിശങ്കർ ചാടി എണീറ്റു. രാഘവൻ, ബാസ്റ്റഡ്. നേരം ശരിക്ക് പുലർന്നിട്ടില്ല. റോഡിൽ ഒരു കാർ വന്നു നിന്നു. അതിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും രാഘവൻ ഇറങ്ങി വീട്ടിലേക്ക് കയറി. മങ്ങിയ ഇരുളിൽ അടഞ്ഞുകിടക്കുന്ന വാതിൽ അയാൾ കണ്ടു. നാൻസി, നാൻസി. വാതിലിൽ തട്ടി അയാൾ വിളിച്ചു. അകത്ത് ആരും വിളി കേട്ടില്ല. അയാളുടെ നെറ്റി ചുളിഞ്ഞു. അയാൾ വാതിലിൽ തള്ളി നോക്കി. അത് തുറക്കപ്പെട്ടു. രാഘവൻ വേച്ച് വെച്ച് അകത്ത് കയറി ലൈറ്റ് തെളിച്ചു. നാൻസി, മോളെ. അവിടെ ആരുമുണ്ടായിരുന്നില്ല. അവരെവിടെ പോയി? അയാൾ ചകിതനായി ചുറ്റും നോക്കി. പൊടുന്നനെ കണ്ണിൽ അത് തടഞ്ഞു. തറയിൽ പടർന്നിരിക്കുന്ന ചോര. രാഘവന് തല കറങ്ങി. തന്റെ പിന്നിൽ ആരോ ചലിച്ചതുപോലെ തോന്നിയ അയാൾ ഞെട്ടിത്തിരിഞ്ഞു. ഹാൻഡ് കപ്സ് ആണ് ആദ്യം കണ്ടത്. അതിനു പിന്നിൽ തന്റെ തലയ്ക്ക് നേരെ ചൂണ്ടപ്പെട്ടിരിക്കുന്ന റിവോൾവർ. രാഘവൻ, യു ആർ അണ്ടർ അറസ്റ്റ്. SP മണിശങ്കറിന്റെ ശബ്ദം ലാവ കണക്കെ കാതുകളിലേക്ക് ഒഴുകി വീണു. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നാളെ കാണാം. നന്ദി.